ഹൈ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വയനാടാണുള്ളത്, മാനന്തവാടി. ഇന്നലെ വന്നതാണ്. ഇന്നലെ നൈറ്റ് വന്ന് ഇവിടെ ലോഡൊക്കെ ഇറക്കി, കാലിത്തീറ്റൻ്റെ ലോഡൊക്കെ ഇറക്കി ഇവിടെ ഒരു ഓഫീസിൻ്റെ അടുത്ത് വന്ന് കിടന്നതാണ്. കിടക്കുമ്പോൾ നമ്മളിങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്ത് വെക്കും, ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ, കണ്ണിൽ ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഇതൊക്കെ മടക്കി വെച്ച് ഇനി ലോഡ് തപ്പണം. ഇന്നേക്ക് ലോഡ് തപ്പണം. പുറത്ത് 1-2 വണ്ടികളൊക്കെ ഉണ്ട്. KSRTC സ്റ്റാൻഡിൻ്റെ നേരെ പുറകിലാണ് ഈ ഓഫീസ് വരുന്നത്. ഓഫീസ് കുറച്ച് ഇതിൻ്റെ അപ്പുറത്താണ്. വണ്ടികളൊക്കെ ഇവിടെയാണ് ഇടുന്നത്. അത് KSRTC സ്റ്റാൻഡാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ബസ്സുണ്ട്. ഇതാണ് KSRTC സ്റ്റാൻഡ്. ഇനി ലോഡ് നോക്കി അടുത്ത ലോഡ് തപ്പിപ്പിടിച്ച് സെറ്റാക്കണം. ഈ റെസ്റ്റോറൻറ്റ് ചായ കുടിച്ച് ഇവിടെയാണ് വണ്ടിയുടെ ഓഫീസ്. ഇവിടെ വണ്ടിൻ്റെ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടോ ലോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ചെന്നോക്കട്ടെ. ലോഡ് സെറ്റായി. ചായപ്പൊടിയാണ്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം. ഈ വണ്ടി നോക്ക്, നല്ല ലുക്കില്ല, ടെറർ ലുക്കില്ല. ഇത് എന്താല്ലേ സാധനം. അങ്ങനെ ലോഡ് സെറ്റായി. കൊച്ചിക്കാണ്, വയനാട് ടു കൊച്ചി. തേയിലാണ് ലോഡ്, തേയില. ലോഡാക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അതിന് വേറൊരു 2 വണ്ടിക്കാരും കൂടി ഉണ്ട്. ആ വണ്ടി നമ്മുടെ കൂടെ തന്നെ ലോഡ് കയറ്റാനുള്ള, എനിക്ക് വഴിയറിയില്ല. ഞാൻ ഉപ്പര പുറകെ വെച്ച് പിടിക്കുകയാണ്. വയനാടൊരു പ്രത്യേക ഭംഗി തന്നെയല്ല. ഈ സ്ഥലത്തിൻ്റെ പേര് കുഴി നിലയം. നൈസ് ബസ്സാണല്ലോ. ഇവിടെ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തേയിലത്തോട്ടം തുടങ്ങി. ഉള്ളിലേക്കാണാവോ, കമ്പനി എവിടെയാണാവോ അറിയില്ല. തലപ്പുഴ പോലീസ് സ്റ്റേഷൻ റോഡായിരുന്നു. സ്റ്റേഷൻ കഴിഞ്ഞ് തോന്നി. അതാ പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിലാണ് കമ്പനി. 2-3 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണ്ടെന്നാണ് പറഞ്ഞത്. അടിപൊളി നൈസ് വ്യൂ. അവിടെ കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള വഴിയില്ല. വണ്ടിയുണ്ടല്ലേ. വലിയൊരു വണ്ടി വരുവാണെങ്കിൽ പെട്ട്. ചെറിയ റോഡാണ്. ഞാൻ മോനെ കിടിലം വ്യൂ ആണല്ലോ.
ചെറിയൊരു ഗ്രൗണ്ടെല്ലാം ഉണ്ട് അവിടെ, പിള്ളേർ കളിക്കുന്നുണ്ടോ. ഏട്ടാ ഈ ഫാക്ടറിയിലേക്കുള്ള വഴി ഇങ്ങോട്ടല്ലേ? ഓക്കെ. കരിമ്പാണ് ഇത്, കരിമ്പ്. ഇതാണ് ഫാക്ടറിയിലോട്ടുള്ള വഴി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ വീഡിയോ എടുക്കാൻ സംഭവിക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഏട്ടാ ഫാക്ടറിയിലോട്ട്. ഓക്കെ. ഇതാണ് ഇവിടെ നിർത്തിച്ചെന്ന് നോക്കട്ടെ. ഇന്ന് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. ഇതാണ് വേഗം ഇതിൻ്റെ മേലെ കയറ്റിയിട്ടാണ് വെയിറ്റ് ചെക്ക് ചെയ്യുക. ആളില്ലേ? ലോഡാവാൻ സമയമെടുക്കുന്ന പറയുന്നത്. വണ്ടി വേവിടിച്ചിൽ വെയിറ്റ് ചെക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടാളെ. ഉച്ച കഴിയും, അതുവരെ ഇവിടെ പോസ്റ്റ്. കുഴപ്പമില്ല, നല്ല നല്ല വ്യൂ ഉണ്ട് ഇവിടെ. കുഴപ്പമില്ല, ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എവിടെ നോക്കിയാലും കിട്ടിലും വ്യൂ ആണ്. ഇതാണ് കമ്പനി, നമ്മളെ വണ്ടി. അത് റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. ഇത് റെസ്റ്റ് റൂമാണ്. ഈ സെറ്റപ്പാണ് ഇവിടെ. പഴയ കമ്പനി എന്നാലും അടിപൊളി സെറ്റപ്പാണ്. ചെറിയൊരു ഗാർഡനും ഒക്കെ ആയിട്ട്. കുറച്ച് നല്ല പഴക്കമുള്ള കമ്പനി ഇത്. ഓക്കെ, പക്ഷേ എന്നാലും സെറ്റപ്പാണ്. അതിൻ്റെ ഗേറ്റ് ഇന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് വഴിയുണ്ടായിരുന്നു. അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി റൂമെല്ലാം സെറ്റപ്പാണ്. അങ്ങോട്ട് ഇവിടെ ആളുണ്ടാവേണ്ട, അങ്ങോട്ട് കാണിക്കില്ല. എത്ര കൊല്ലം പഴക്കം ഉണ്ടാവോ എന്തോ, പക്ഷേ എന്നിരുന്നാലും കിടിലൻ കമ്പനിയാണ്. കണ്ട ഈ മരങ്ങളൊക്കെ കണ്ട, ഒരൊറ്റ മരം പോലെ ഇവർ ഉപദ്രവിച്ചിട്ടില്ല. എല്ലാ അതേമാതിരി കിടക്കും. കിട്ടുന്ന ഒരടി പോലും വഴിതെറ്റാൻ ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല. ഞാൻ ആ റോഡ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട്, മകനെ ഈ ക്യാൻറ്റീനിൽ കാണോ, ക്യാൻറ്റീൻ കാണാൻ ഇങ്ങോട്ടാണോ പോകേണ്ടത്? ഞാനിപ്പോൾ അങ്ങ് പോയി കറങ്ങി വരേണ്ടതായിരുന്നു. സെറ്റപ്പ് എന്ന് വെച്ചാൽ സെറ്റപ്പ്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമാവുന്നു. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അങ്ങോട്ട് പോകണോ, കൊച്ചിക്കാണ്, വാടക ഇച്ചിരി കമ്മിയാണ് എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സമാധാനം. സെറ്റപ്പാണ്. വന്നില്ലേ നഷ്ടമാവുക. ഈ വിഷ്വൽസ് എല്ലാം അങ്ങനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ അപ്ലോഡ് ആകുമ്പോഴേക്ക് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടു. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. എല്ലാ
പാർട്ടീൻ്റെ കൊടിയും പറക്കുന്നുണ്ട്. ചെറിയൊരു ജംഗ്ഷൻ മാതിരി ഇവിടെ ഒരു തറയിലായിട്ട് ഈ പൂമരത്തിന് നല്ലൊരു തറ കൊടുത്തിട്ടുണ്ട് അവിടെ. ഓ അങ്ങോട്ട് നോക്ക്, വ്യൂ മല ഇങ്ങനെ കാണാം. അങ്ങോട്ടെല്ലാം പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ കയ്യിലാണ്. ഇതൊരു മിനി സൂപ്പർ മാർക്കറ്റാണ്. മിനി സൂപ്പർ മാർക്കറ്റ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചോണ്ട് മനസ്സിലായി. ഇതാണ് ക്യാൻറ്റീൻ. ഇവിടെ ഫുഡ് വേണമെങ്കിൽ മുന്നേ പറയണമെന്നാണ് പറഞ്ഞത്. പോയി പറഞ്ഞിട്ട് വരാം. ഉച്ചയ്ക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വരാം. ഇവിടെ ഒരു ക്യാൻറ്റീന്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു പോസ്റ്റ് ഓഫീസ്. ആയിരത്തി 1931 സ്ഥാപിതമായ കമ്പനിയാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. പക്ഷെ മെഷീനറി എല്ലാം ഫുള്ള് സെറ്റപ്പ് നോക്കിയതാണ്. സ്ട്രക്ചർ മാത്രം ഇങ്ങനെ നിലനിർത്തിയിട്ടില്ല. തോട്ടത്തു നിന്നും തേയില ലോഡാക്കി കൊണ്ടുവരുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇതുപോലത്തെ ഒരുപാട് വണ്ടികളിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ വരുന്നുണ്ട്. ഈ ചെയിൻ ലിഫ്റ്റ് വഴിയാണ് തേയില മേലേക്ക് കൊണ്ടുപോകുക. ഓരോ ബണ്ടിലായിട്ട് ഇങ്ങനെ മേലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞാണ് തേയിലപ്പൊടിയായി താഴോട്ട് വരും. ഇതിൽ വരും. ഇത് ചാക്കിൽ കളക്ട് ചെയ്യണം. ഇവിടെ ഇഷ്ടംപോലെ ലേബറും ഉണ്ട്. നമ്മുടെ വണ്ടി ലോഡാവാൻ അങ്ങനെ രാത്രിയായി. അങ്ങനെ ലോഡായി ടാർപ്പൊക്കെ ഇട്ട് റോപ്പൊക്കെ ഇട്ട് സെറ്റാക്കി മെല്ലെ ഇറങ്ങി. കോട്ടാ ബസ് വന്നിട്ടില്ല. രാവിലെ വേറൊരു ചേട്ടനായിരുന്നു സെക്യൂരിറ്റി. മൂപ്പർ ഞാനായിട്ട് നല്ല കമ്പനി ആയിരുന്നു. മൂപ്പർക്ക് എൻ്റെ നാട്ടിൽ കുടുംബക്കാരെല്ലാം പറഞ്ഞു വന്ന് നോക്കുമ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ. ഷിഫ്റ്റ് ആയതുകൊണ്ട് മൂപ്പർ ഡ്യൂട്ടി കഴിഞ്ഞ് മൂപ്പർ പോയി. പകൽ ഇങ്ങോട്ട് വന്ന പോലെയല്ല, രാത്രി ലോഡും കൊണ്ട് അങ്ങോട്ട് പോകാൻ കുറച്ച് പേടിയുണ്ട്. ചെറിയ റോഡാണ്, ചെറുതായിട്ടൊരു പേടിയില്ല. ഉച്ചക്ക് ചെറുതായിട്ട് പേടിയൊന്നും വരാണ്ടിരുന്നാൽ മതി, എന്നാലും പോയല്ലേ പറ്റും. ഇങ്ങനെ ഈ വലിയ റോഡുമ്പോൾ കയറിയിടാൻ കുറച്ചൊന്നും സമാധാനമായി. വലിയ കുഴപ്പമില്ല, പോയിക്കോളും. ഇന്ന് ശനിയാഴ്ച രാത്രിയാണ്. നാളെ തന്നെ ലോഡ് അവിടെ എത്തിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. തിങ്കളാഴ്ചയാണ് ഇനി അൺലോഡ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറ്റ്യാടി ചുരം വഴി കുറ്റ്യാടി മുകേരിയാണ് എൻ്റെ നാട്. അവിടെ ഒന്ന് പോയി വീട്ടിൽ കിടന്ന് ഞായറാഴ്ച രാത്രി പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ രാത്രി 12 മണിക്ക് വീട്ടിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് കണ്ട് വൈകുന്നേരമായി. പിന്നെ വണ്ടി എടുത്ത് നേരെ വിട്ട്. അങ്ങനെ എറണാകുളം എത്തിയപ്പോൾ വണ്ടി സൈഡാക്കി കുറച്ച് ഉറങ്ങി. അങ്ങനെ രാവിലെ ആയി. വണ്ടി വെച്ച് കൊടുത്ത് ഗോഡൗണിൽ അൺലോഡാക്കി. അങ്ങനെ ഇവിടെ അടുത്ത് നല്ല ചായക്കട ഒന്നും ഇല്ലേനു. അപ്പോൾ ഒരു പരിപ്പുവട ഒരു ഹോർലിക്സും കഴിച്ച് ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.